മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട് PF അഡ്വാൻസ്, PF NRA എന്നീ ഓപ്ഷൻസ് തിരഞ്ഞെടുത്തവർക്ക് ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ ആണ് ഇത്. നമുക്ക് ഇൻഡിവിജ്വൽ ലോഗിൻ വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. നിങ്ങളുടെ പേഴ്സണൽ ലോഗിൻ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് PF എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ ഓഫീസ് ലോഗിനിലും ക്ലർക്ക് ലോഗിനിലും DDO ലോഗിനിലും ഇതുവഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ ചെയ്തും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ക്ലർക്ക് ലോഗിൻ വഴി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ക്ലർക്ക് ലോഗിൻ വഴി, ക്ലർക്ക് ലോഗിൻ ആയാലും DDO ലോഗിൻ വഴിയായാലും ഞാൻ ഇത് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം യൂസർ കോഡ് പാസ്വേഡ് നൽകി ഒന്ന് ലോഗിൻ ചെയ്യുകയാണ്. ഞാനിവിടെ യൂസർ ഐഡി പാസ്വേഡ് നൽകി ലോഗിൻ പറയുകയാണ്. ഇവിടെ യൂസർ ഐഡി പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്തു. ഇപ്പം നമുക്ക് സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മൾ ഓക്കെ പറയുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ബില്ലിങ്സ് ഏതൊക്കെ ബില്ലിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, അതായത് സാലറി വഴിയാണോ അതോ PF NRA വഴിയാണോ PF അഡ്വാൻസ് വഴിയാണോ, അത് നോക്കാനായിട്ട് നിങ്ങൾ സാലറി മാറ്റേഴ്സ് അതിൽ CMDRF വയനാട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളവരെ അവിടെ ലിസ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നോ പറഞ്ഞിട്ടുള്ളവരുടെ ആണെങ്കിൽ എംപ്ലോയർ ഇത് ലിസ്റ്റ് ചെയ്യത്തില്ല. ജസ്റ്റ് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതിനകത്ത് യെസ് പറഞ്ഞവരുടെയും അല്ല നോ പറഞ്ഞവരുടെയൊക്കെ ലിസ്റ്റിനകത്ത് ഉണ്ടാവും. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഏതൊക്കെ ഓപ്ഷനാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അവരുടെ ആപ്ലിക്കേഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനത് ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് എടുക്കേണ്ട ഓപ്ഷൻ സാലറി മാറ്റേഴ്സ്, അതിന് സബ് മെനു ആയിട്ട് CMDRF ഫൈനാൻസ് കോൺട്രിബ്യൂഷൻ ഡീറ്റെയിൽസ്. ഇവിടെ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ DD കോഡ് ബിൽ ടൈപ്പ് സെലക്ട് ചെയ്ത് ഗോ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബിൽ ടൈപ്പിലുള്ള എത്ര എംപ്ലോയീസ് ഏതൊക്കെ ബില്ലിംഗ് ലിസ്റ്റിനാണ് കൊടുത്തിട്ടുള്ളതെന്ന് കാണാൻ കഴിയും. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഞാനിവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ ബിൽ ടൈപ്പ് കൊടുത്ത് ഗോ പറയുകയാണ്. നമുക്കിവിടെ ഞാൻ ഗോ കൊടുത്തു. അപ്പോൾ ഇവിടെ എംപ്ലോയി ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ കൊടുത്ത ബില്ലിംഗ് ലിസ്റ്റ് കാണുന്നുണ്ട്, സാലറി ഡിഡക്ഷൻസ്, PF ടെമ്പററി അഡ്വാൻസ്. അപ്പോൾ ഈ രീതിയിൽ അവർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം എത്ര ഡേയ്സ് ആണ് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ PF ടെമ്പററി അഡ്വാൻസ്, PF NRA കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളവരാണെങ്കിൽ അവരുടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ള എംപ്ലോയീസിന് മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് സാലറി മാറ്റേഴ്സിലേക്ക് വരേണ്ടതുണ്ട്. ഇനി എടുക്കേണ്ട ഓപ്ഷൻ സാലറി മാറ്റേഴ്സിൽ നമുക്ക് പ്രോഗ്രാം ഉണ്ട്. അതിന് സബ് മെനു ആയിട്ട് നമുക്ക് ടെമ്പററി അഡ്വാൻസ് ആപ്ലിക്കേഷൻ, അതായത് ടെമ്പററി അഡ്വാൻസ് ആപ്ലിക്കേഷൻ അല്ല, അഡ്വാൻസ് വഴിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അഡ്വാൻസ് ആപ്ലിക്കേഷൻ, അതല്ല അയാൾ NRA വിഡ്രോവൽ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് NRA വിഡ്രോവൽ എന്നുള്ള ഓപ്ഷൻ എടുക്കാം. നമുക്ക് ഞാനിത് രണ്ടും കാണിക്കാം. അപ്പോൾ GPF ടെമ്പററി അഡ്വാൻസ് ആപ്ലിക്കേഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഒരു പേജ് കാണും. ഇപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മളിവിടെ കാണാൻ കഴിയുന്നുണ്ട് ക്ലിക്ക് ലിസ്റ്റ് ഓഫ് എംപ്ലോയീസ് CMDRF, അതായത് CMDRFിലേക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള എംപ്ലോയിഡ് ഇത് സെലക്ട് ചെയ്യാം. നമുക്ക് എങ്ങനെ നമുക്ക് സെലക്ട് എംപ്ലോയി ചെയ്യാം. CMDRF വഴി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മാത്രം ഇത് ടിക്ക് ചെയ്യുക. അതല്ലാതെ ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് PF ടെമ്പററി അഡ്വാൻസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യേണ്ടതില്ല. ഇതിനായിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ ശേഷം നിങ്ങൾ ഇവിടെ സെലക്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കും. ഈ എംപ്ലോയി നേരത്തെ മുൻ മാസങ്ങളിൽ എടുത്ത ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. കോമൺ ആയിട്ട് കാണിക്കുന്ന ഒരു മെസ്സേജ് ആണ്. നിങ്ങൾ ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോവുക. ഈ ഒരു രീതിയിലായിരിക്കും ഒരു വിൻഡോ വരുന്നത്. CMDRFിൽ എത്ര ഡേയ്സ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം മിനിമം 5 ഡേയ്സ് കൊടുത്തിരിക്കണം. അതിൽ കൂടുതൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അത്രയും ഡേയ്സ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ 5 ഡേയ്സ് കൊടുക്കുന്നു. അതിനുശേഷം ഗോ പറയുക. അപ്പോൾ 5 ദിവസത്തിൽ കൂടുതൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്ര ഡേയ്സ് ആണെങ്കിൽ കൊടുക്കുക. 5 ദിവസത്തിൽ കുറവ് ഒരിക്കലും പറ്റില്ല. 5 ദിവസമാണ് മിനിമം സർക്കാർ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കൊടുത്തിട്ട് ഗോ പറയുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കും. നമ്പർ ഓഫ് ഡേയ്സ് കൊടുത്ത് ഗോ പറഞ്ഞപ്പോഴത്തേക്ക് അതിൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്, 5 ദിവസം സാലറി ഇത്രയാണ്, 4887 ആണ് ഈ ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് കാണിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ താഴോട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് പ്രൊസീഡ് പറഞ്ഞ് മുന്നോട്ട് പോകും. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. നമുക്കിവിടെ സ്പെഷ്യൽ റീസൺസ് ഒന്നും കൊടുക്കേണ്ടതില്ല. കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് വയനാട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഈ ടോട്ടൽ എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഈ 4887 എന്നുള്ളത് എമൗണ്ട് നിങ്ങൾക്ക് മാക്സിമം 36 തവണ റിക്കവർ ചെയ്യാൻ പറ്റും. 4887 ആണെങ്കിലും ഇവിടെ വന്നിട്ടുള്ള ഇൻസ്റ്റാൾമെന്റ് 11,150 ആണ്. അപ്പം ചിന്തിക്കാം, നേരത്തെ എടുത്ത 4887 ആണ്, അതിന് ഡിവൈഡ് 36 വെച്ച് ചെയ്താൽ എത്ര വരില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ടത്, നേരത്തെ ഈ എംപ്ലോയി നേരത്തെ ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേ പ്ലസ് നേരത്തെ എടുത്തിട്ടുള്ള ലോൺ എമൗണ്ട് അതേ പ്ലസ് ഈ എമൗണ്ടോട് ചേർത്ത് ടോട്ടൽ എത്ര എമൗണ്ട് വരുന്നു ആ എമൗണ്ടിന് 36 കൊണ്ട് ഡിവൈഡ് വരുന്ന ഇൻസ്റ്റാൾമെന്റ് ആണ്. അതിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും ആ ഒരു ഇൻസ്റ്റാൾമെന്റ്. നേരത്തെ ലോണൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ എമൗണ്ടിന്റെ സ്പ്ലിറ്റപ്പ് മാത്രമായിരിക്കും ഇവിടെ വരിക. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ സേവ് പറയുക. അപ്പോൾ ഈ ഡിക്ലറേഷൻ ഇവിടെ നിന്ന് ടിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് പറയുക. അതിനുശേഷം ആപ്ലിക്കേഷൻ സേവ് സക്സസ്ഫുള്ളി.
അപ്പോൾ ഇത് സബ്മിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഇനി നമുക്ക് ഡി ഡി ലോഗിലോട്ട് പോകണം. ഡി ഡി ലോഗിൻ വഴിയാണ് നമ്മളത് ചെയ്യുന്നതിന്. ഡി ഡി ലോഗിൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സാലറി മാട്രിക്സിൽ പോയിട്ട് പ്രോബ്ലം ഉണ്ട്, അതിന് സബ്മെനുമായിട്ട് GPF ടെമ്പററി അഡ്വാൻസ് അപ്രൂവൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വേണം നമുക്കിനി ഇത് അപ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഡി ഡി ലോഗിനിൽ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അത് അപ്രൂവ് ചെയ്യുക. അതപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇടത് സൈഡിൽ ഇത് കാണാൻ പറ്റും, പെൻഡിങ് അപ്രൂവൽ. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും PF ടെമ്പററി വിഡ്രോവൽ 5 days എന്നുള്ളത് കാണിക്കും. നമുക്ക് താഴോട്ട് വരാം. അതിനുശേഷം നമുക്ക് അപ്രൂവ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻ കാണാം. അപ്രൂവ്, ജനറേറ്റ് ഡ്രാഫ്റ്റ് ഓർഡർ, റിജക്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിജക്ട് ചെയ്യാം. നിങ്ങൾ അപ്രൂവ് കമന്റിൽ രേഖപ്പെടുത്തിയിട്ട് ഇവിടെ അപ്രൂവ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ജനറേറ്റ് സാങ്ഷൻ ഓർഡർ എന്നുള്ളത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രോബ്ലമെന്റിന്റെ സാങ്ഷൻ ഓർഡർ ജനറേറ്റ് ചെയ്ത് കാട്ടാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് താഴെ ആന്തരം ഡൗൺലോഡ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ വ്യൂ അപ്രൂവ്ഡ് PF സാങ്ഷൻ ഓർഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം നമ്മൾ സാധാരണ നോർമലി അഡ്വാൻസ് എടുക്കുന്ന പോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം അക്കൗണ്ട്സിൽ പോയിട്ട് നമ്മൾ ക്ലെയിം എൻട്രി നടത്തി ക്ലെയിം എൻട്രി ചെയ്യേണ്ട ക്ലെയിം അപ്രൂവൽ ചെയ്ത് PF അഡ്വാൻസിന്റെ കേസിൽ നമ്മൾ ക്ലെയിം എൻട്രി ചെയ്യാറില്ല, ക്ലെയിം അപ്രൂവൽ ആണ് ചെയ്യുന്നത്. ക്ലെയിം അപ്രൂവൽ ചെയ്ത് നിങ്ങൾക്ക് ബില്ല് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ക്ലെയിം അപ്രൂവൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇടത് സൈഡിൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ സാധാ മറ്റു കാര്യങ്ങളെല്ലാം സാധാ PF അഡ്വാൻസ് എടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഈ രീതിയിൽ ബില്ല് എടുത്ത് ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് ട്രഷറി ബില്ല് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. PO അഡ്വാൻസ് ആണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. CMDRFലേക്ക് ക്രെഡിറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സാലറി മാറ്റേഴ്സിലാണ്. സാലറി മാറ്റേഴ്സിൽ വന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രോബ്ലം ഉണ്ട്, സബ്മെനുമായിട്ട് GPF വിഡ്രോവൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, വിഡ്രോവൽ കൺവേർഷൻ ആപ്ലിക്കേഷൻ. ഇതിപ്പോൾ നമുക്ക് ബില്ലായിട്ട് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇത് AG സാങ്ഷൻ ആയിട്ട് വന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നിങ്ങളിവിടെ NRA വിഡ്രോവൽ CMDRF എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഇതിന് ഓപ്ഷൻ കൊടുത്തിട്ടുള്ള എംപ്ലോയീസിന്റെ ഇവിടെ സെലക്ട് എംപ്ലോയിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എംപ്ലോയി സെലക്ട് ചെയ്യുക. നമ്മൾ എംപ്ലോയി സെലക്ട് ചെയ്യുമ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു വിൻഡോ നമുക്ക് വരും. അവിടെ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണെന്നുള്ളത് കൊടുക്കുക. നിങ്ങൾ 5 കൂടുതൽ കൊടുക്കുന്നെങ്കിൽ അങ്ങനെ മിനിമം എന്തായാലും 5 തന്നെ കൊടുക്കുക. അതിനുശേഷം അപ്പം ടോട്ടൽ എമൗണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം പ്രൊസീഡ് പറയുക. അതിനുശേഷം താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ എമൗണ്ട് കോൺട്രിബ്യൂഷൻ എന്നൊക്കെ ഉള്ളത് കാണാൻ പറ്റും. അതിനുശേഷം സബ്മിറ്റ് പറയാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആപ്ലിക്കേഷൻ DD ലോഗിനിലേക്ക് ഇത് സബ്മിറ്റ് ആവും. സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് DD ലോഗിൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്കിത് അപ്രൂവ് പറയാം. അതിനായിട്ട് വീണ്ടും സാലറി മാട്രിക്സിൽ പ്രോബ്ലം ഉണ്ട്, അതിന് സബ്മെനുവായിട്ട് നമുക്കിവിടെ വിഡ്രോവൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സെലക്ട് ആയിട്ടുള്ള ഇത് നമ്മൾ നേരത്തെ സബ്മിറ്റ് ചെയ്ത അത് DD ലോഗിനിലാണ്. DD ലോഗിൻ വന്നിട്ട് നിങ്ങളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള വിഡ്രോവൽ കൺവേർഷൻ അപ്രൂവൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഇടത് സൈഡിൽ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. പെൻഡിങ് ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. CMDRF എന്നുള്ള സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴോട്ട് വരും. അതിനുശേഷം നിങ്ങൾ തൊട്ട് താഴെ അപ്രൂവ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആർ യു ഷുവർ അപ്രൂവ് ആപ്ലിക്കേഷൻ ഫോർവേഡ് ടു AG എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഓക്കെ കൊടുത്ത് നിങ്ങളത് AGക്ക് ഫോർവേഡ് ചെയ്യുക. AG സാങ്ഷൻ ആയതിനു ശേഷം നമുക്ക് ബില്ല് ചെയ്യാവുന്നതാണ്. AG അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ AG സാങ്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബില്ല് ചെയ്യാൻ കഴിയൂ. AGന് സാങ്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അക്കൗണ്ട്സിൽ ക്ലെയിം എൻട്രിയിൽ വന്നിട്ട് നിങ്ങൾക്ക് റെഗുലർ എംപ്ലോയി വിത്ത് സ്പാർക്ക് ID നമുക്ക് ഇതിനകത്ത് പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. NRA വിഡ്രോവൽ ടു CMDRF എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബില്ല് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങൾ ബില്ല് സബ്മിറ്റ് ചെയ്യാം. മറ്റു കാര്യങ്ങളെല്ലാം പഴയതുപോലെ തന്നെ. നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു 2 രീതിയിലും ഇത് ചെയ്യുന്ന വിധം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്.